സ്വപ്നക്കൂട് രചനാവതരണം മിത്രവിന്ദ. പാടത്തു നിന്ന് വന്നപ്പോൾ സുമിത്ര കാര്യങ്ങളൊക്കെ ഭർത്താവിനോട് പറഞ്ഞു. ഓ അതാടി, അവന് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ടും അശോകനൊരു സന്തോഷമില്ലായിരുന്നു. ആ അവൻ വരട്ടെ, അവനോട് ആലോചിച്ചിട്ട് നമ്മൾക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ആ കുട്ടിക്ക് ആകെ വിഷമം. അവൾ പറയുക അശോകൻ പറഞ്ഞതായിരുന്നു എന്ന്, നമ്മുടെ മോനോട് അവരുടെ കട നടത്തിക്കോണമെന്ന്. എന്നിട്ടോ? ഏട്ടൻ അന്തസ്സുള്ളവനാണച്ചാ, അതുകൊണ്ട് ഏട്ടൻ സമ്മതിച്ചില്ല. അല്ല പിന്നെ. എൻ്റെ വീണേ, നിന്റെ നാവടക്ക്. ആ കുട്ടിയെങ്ങാനും കേട്ടാൽ അപ്പം തീരും. ശേഖരൻ അവളെ വഴക്കു പറഞ്ഞു. മുറ്റത്തേക്ക് തുണികൾ പെറുക്കുവാനായി ഇറങ്ങിയ ലക്ഷ്മി അത് കൃത്യം കേട്ടിരുന്നു. ഉണ്ണിമ്മ സ്കൂളിൽ പോയോടി? അവൾ പോയി. ജലദോഷം ചെറുതായിട്ടുണ്ട്. സുമിത്ര തൊഴുത്തിലേക്ക് ഇറങ്ങി വന്നു. ആദ്യം കിട്ടിയ ജോലിയാണ്. വൈശാഖൻ ആകെ ഒരു ഉന്മേഷവും അതിലുപരി അങ്കലാപ്പുമാണ്. കുറേ സഹപ്രവർത്തകരെയൊക്കെ പരിചയപ്പെട്ടു. നേരത്തെ ഉണ്ടായിരുന്ന അക്കൗണ്ടന്റ് ബാങ്കിൽ ജോലി കിട്ടി സ്ഥലം മാറിപ്പോയതാണ്. ഒരാൾ എല്ലാ കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവൻ മനസ്സിലാക്കിയെടുക്കുകയാണ്. ഇടയ്ക്ക് മാനേജരും വേറെ ഒരാളും കൂടി വന്ന് അവനെ പരിചയപ്പെട്ടു. അവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആണെന്ന് അവന് തോന്നി. എന്തായാലും വൈശാഖിന് തൻ്റെ ജോലി നന്നായി ഇഷ്ടപ്പെട്ടു. വൈകിട്ട് അവൻ ജോലി കഴിഞ്ഞെത്തിയതും വിവരങ്ങൾ വീട്ടുകാരൊക്കെ ചോദിച്ചറിഞ്ഞു. അവൻ കുളത്തിൽ പോയി മുങ്ങി ഒന്ന് കുളിച്ചു വന്നപ്പോൾ ശേഖരന് ഉമ്മറത്തിരിപ്പുണ്ട്. മോനെ, കാര്യങ്ങളൊക്കെ ലക്ഷ്മി പറഞ്ഞില്ലേ? ഈ ജോലി നിനക്ക് വേണോടാ? ശേഖരൻ മകനെ നോക്കി ചോദിച്ചു. അച്ഛൻ പറയുന്നതാണ് മോനെ ശരി. നീ എവിടെ ജോലിക്ക് പോയി എന്നറിഞ്ഞാൽ അശോകന് നാണക്കേടല്ലേ? സുമിത്രയും ഭർത്താവിനെ പിന്താങ്ങി. അവൻ ലക്ഷ്മിയെ നോക്കിയപ്പോൾ അവൾ ചുണ്ടിലൊരു ഗൂഢസ്മിതത്തോടെ ഒരു വിജയിയെപ്പോലെ നിൽക്കുകയാണ്. അച്ഛാ, തൽക്കാലം ഞാൻ എൻ്റെ ജോലി കളയുന്നില്ല. നൂറ്റ് കിട്ടിയ ജോലിയാണ്. അത് ഉപേക്ഷിക്കാൻ ഞാൻ ഒരുക്കമല്ല. പിന്നെ ഇവളുടെ അച്ഛനെ നാണക്കേടാണെങ്കിൽ ഞാൻ അവരുടെ മരുമകനാണെന്ന് പറയണ്ട. അശോക് മുതലാളിയുടെ മരുമകനാണെന്ന് പറഞ്ഞില്ല ഞാൻ നടക്കുന്നത്. മേലെടുത്ത് ശേഖരൻ്റെ മകനാണ് ഞാൻ. അതും പറഞ്ഞുകൊണ്ട് അവൻ നടന്നുപോയി. ലക്ഷ്മിയുടെ അടുത്തെത്തിയതും അവൻ നിന്നു. വൈശാഖന് ഒറ്റ വാക്കേ ഉള്ളൂ, കേട്ടോടി. അവൻ മുറിയിലേക്ക് കയറിപ്പോകുന്നത് നോക്കി ലക്ഷ്മി നിന്നു. അവമാന ഭാരത്താൽ അവളുടെ മുഖം കുനിഞ്ഞിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വൈശാഖൻ തന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മോളെ ലക്ഷ്മി. സുമിത്ര അവളുടെ തോളി പിടിച്ചു. മോളെ സാരമില്ല, അവനെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. മോള് വിഷമിക്കാതെ. അതേ എടുത്തി, ഏട്ടൻ പറയണത് ഒന്നും കാര്യമാക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ഏട്ടൻ തന്നെ പറയും വേറെ ജോലി നോക്കാമെന്ന്. ഉണ്ണിമോൾ ലക്ഷ്മിയെ ആശ്വസിപ്പിച്ചെങ്കിലും ആരുടെയും വാക്കുകൾ അവളുടെ കാതിൽ കേട്ടില്ല. അവൾ ഒന്നും പറയാതെ അടുക്കളയിലേക്ക് പോയി. അവിടെ കിടന്ന ഒരു സ്റ്റൂളിൽ അവൾ വെറുതെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സുമിത്ര കുറച്ച് കോവയ്ക്കയും പറിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വന്നു. അത്താഴത്തിനൊരു ഉപ്പേരി വയ്ക്കാം, അവർ പറഞ്ഞു. ലക്ഷ്മി അതെല്ലാം അരിഞ്ഞു വെച്ചു. അപ്പോഴേക്കും വീണ നിലവിളക്ക് കൊളുത്തി. പിന്നെ അവളും എല്ലാവരുടെയും ഒപ്പമിരുന്ന് നാമം ജപിച്ചു. അതും കഴിഞ്ഞ് അവൾ ഉണ്ണിമോളുമായി വെറുതെ ഒരു നാട്ടുകാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയാണ്. അവൾ മനഃപൂർവ്വം വൈശാഖൻ്റെ അടുക്കലേക്ക് പോകാത്തതാണെന്ന് സുമിത്രയ്ക്ക് മനസ്സിലായി. ലക്ഷ്മിയോട് മുഷിഞ്ഞ് സംസാരിക്കേണ്ടിയിരുന്നില്ലെന്ന് വൈശാഖൻ ഓർത്തു. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് വിഷമമായി എന്ന് അവന് മനസ്സിലായി. പക്ഷെ തുടക്കം മുതലേ അവളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു ഭർത്താവാകാൻ തനിക്കൊരിക്കലും കഴിയില്ല. തന്നെയുമല്ല പണത്തിൻ്റെ അഹങ്കാരം, അതവൾക്ക് ഇത്തിരി ഉണ്ട് താനും അവനോർത്തു. ഉണ്ണിമോളെ. അവൻ ഉണ്ണിമോളുടെ മുറിയിലേക്ക് ചെന്നു. ലക്ഷ്മി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ചെന്നതാണ് അവൻ കയറി വന്നതും ലക്ഷ്മി മുഖം കുനിച്ചിരുന്നു. എന്താ ഏട്ടാ, ചായ വേണോ? ചായയോ? വേണ്ട. അല്ലെങ്കിൽ വേണം, ഒരെണ്ണം എടുത്തു. അവൻ നിന്നു പരിങ്ങി. കാള വാല് വെക്കുന്നത് എന്തിനാണ് ഏട്ടാ? അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയതും ലക്ഷ്മി അവളുടെ ഒപ്പം ഇറങ്ങിപ്പോയി. അച്ഛാ, ഊണ് കഴിക്കാൻ പോയോ? വീണ് വിളിച്ചു. ഇവളെന്തിനാ ഇങ്ങനെ അലർന്നത്? ഞാനിവിടെ ഇല്ലേ? ശേഖരൻ ഊണുമുറിയിലേക്ക് പ്രവേശിച്ചു. വൈശാഖൻ എവിടെ? അവനെ വിളിക്ക്. അയാൾ ആരോടെന്നല്ലാതെ പറഞ്ഞു. മോളെ ലക്ഷ്മി. സുമിത്ര ഉറക്കെ വിളിച്ചു. അമ്മേ, ഞാൻ പപ്പടം കാച്ചുവാ. അവൾ അടുക്കളയിൽ നിന്ന് മറുപടി നൽകി.
ഏട്ടത്തി പോയി ഏട്ടനെ വിളിക്ക്. വീണ ചോറെടുത്ത് വെക്കുന്നതിനിടയിൽ പറഞ്ഞു. ഏട്ടനെ ഏറ്റവും ഇഷ്ടം വീണ വന്ന് ചോറിനാൻ വിളിക്കുന്നതാ. എന്നോട് ഇന്നലെ അങ്ങനെ പറഞ്ഞു. തന്നെയുമല്ല, ഞാനല്ലല്ലോ ഇത്രയും കാലം ഊണ് കഴിക്കാൻ വിളിച്ചത്. അതുകൊണ്ട് മോള് പോയി വിളിക്കും. ലക്ഷ്മി പകുതി കളിയായും പകുതി കാര്യമായിട്ടാണ് പറഞ്ഞത്. എന്നെ ആരും വിളിക്കണ്ട, ഊണ് കഴിക്കാൻ സമയമാകുമ്പോൾ. അല്ലെങ്കിൽ വേണ്ട, വയറ് വിശക്കുമ്പോൾ ഞാൻ വരും കേട്ടോ. വൈശാഖൻ അടുക്കളയിലേക്ക് വന്നു. ലക്ഷ്മി എടുത്തു വെച്ചതിൽ നിന്ന് ഒരു പപ്പടം എടുത്ത് കടിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. എന്നും തമാശകൾ പറഞ്ഞു ഊണ് കഴിക്കുന്ന ഒരു വീടാണിത്. ആദ്യമായിട്ടാണ് അവിടെ ഒരു മൂക്കത്ത് തളം കെട്ടി നിന്നത്. ഇത് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണമെന്ന് അവന് തോന്നി. നീ എന്താടി ഉണ്ണിമോളെയൊന്നും മിണ്ടാത്തെ? ഏട്ടൻ ഊണ് കഴിക്കും, ചുമ്മാ ഓരോന്ന് പറഞ്ഞിരിക്കാതെ. വീണയത് പറഞ്ഞപ്പോഴേക്കും അവളുടെ പാത്രത്തിൽ നിന്നും ഒരു മീൻ വറുത്തത് അവൻ അടിച്ചു മാറ്റി. അമ്മേ, കണ്ടു ഇത്? വീണ അമ്മയെ നോക്കി. നീ മിണ്ടാതിരുന്ന് ഊണ് കഴിക്കടി. സുമിത്ര അവളെ ശാസിച്ചു. അതാണ്, നീ മിണ്ടാതിരുന്ന് കഴിക്കടി. വൈശാഖൻ ഉണ്ണിമോളെ നോക്കി കണ്ണിറക്കി. അവൾ ശബ്ദമില്ലാതെ ചിരിച്ചു. ലക്ഷ്മി ഈ ലോകത്തൊന്നുമല്ലെന്ന് ശേഖരന് തോന്നി. അവൾ ആരോടും ഒന്നും മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. വൈശാഖിന് ഊണം കഴിഞ്ഞ് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നോക്കി ലക്ഷ്മി വേഗം മുറിയിലേക്ക് പോയി. വൈശാഖ്, നീ കിടക്കുന്നില്ലേ? മണി 10 കഴിഞ്ഞു. ശേഖരൻ മകൻ്റെ അടുത്ത് വന്നിരുന്നു. ഓച്ചാ, ഞാൻ കിടക്കാൻ പോവാണ്. നാളെ നേരത്തെ ജോലിക്ക് പോകേണ്ടതാണ്. വൈശാഖിനെ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു. മോനെ, നീ ഇരിക്കെ, അച്ഛന് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. അയാൾ മകൻ്റെ കയ്യിൽ പിടിച്ചിരുത്തി. അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവൻ അപ്പോഴേക്കും മനസ്സിലായിരുന്നു. മോനെ, ലക്ഷ്മി മോൾ പറഞ്ഞതിലും കാര്യമുണ്ട്. അവർ സമൂഹത്തിൽ ഉന്നതരായി ജീവിച്ച വ്യക്തികളല്ലേ? അപ്പോൾ അശോകൻ്റെ മരുമകനെന്ന് പറയുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു കാഴ്ചപ്പാടൊക്കെ കാണില്ലേ? അശോകൻ കാശ് കൊടുത്തിട്ട് ആ കാശും കൊണ്ട് പണക്കാരനായ ഒരു വ്യക്തിയാണ് പ്രീതി ടെക്സിൻ്റെ മുതലാളി. നീ അശോകൻ്റെ മരുമകളാണെന്ന് അറിയുമ്പോൾ അപ്പോൾ അയാളുടെ മുമ്പിൽ ആരുടെ വിലയാണ് മോനെ പോകുന്നത്? അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു ജോലി നോക്കാം. എന്തായാലും അച്ഛൻ ഇത്രയും നാൾ നിങ്ങളെ എല്ലാവരെയും സംരക്ഷിച്ച് പോറ്റിയില്ലേ? ഇനിയും അങ്ങനെ കുറച്ച് നാൾ കൂടി മുന്നോട്ട് പോകട്ടെ മോനെ. അതിനിടയിൽ നിനക്ക് എവിടെയെങ്കിലും ഒരു നല്ല ജോലി ശരിയാകും. എൻ്റെ മോൻ അച്ഛൻ പറയുന്ന അനുസരിക്ക്. അച്ഛാ, പണ്ടത്തെ പോലെ അല്ല. ഇന്ന് തൊഴിലില്ലായ്മയാണ് ഒരു ചെറുപ്പക്കാരൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും PG പാസ്സായവരാണ്. ഇഷ്ടം പോലെ ആളുകൾ തൊഴിലില്ലാതെ വിഷമിച്ച് നിൽക്കുന്നവരും ഉണ്ട്. അതിനിടയിൽ എനിക്ക് കിട്ടിയ ജോലി തരക്കേടില്ലാത്തതാണ് അച്ഛാ. അച്ഛൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷേ ജോലി ഇത് കളയാൻ ഞാൻ ഒരുക്കമല്ല. തുടരും.